നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഐഫോൺ 16 പ്രോ എല്ലാമാണോ? ഇപ്പോൾ നിങ്ങൾ ഐഫോൺ 17 സീരീസ് എല്ലാം കണ്ട് ഐഫോൺ 17 പ്രോ എല്ലാം എടുക്കണമെന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഐഫോൺ 17 പ്രോ ഇത് ഇംപ്രൂവ്മെൻ്റ് എല്ലാം ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഐഫോൺ 16 പ്രോ എല്ലാം വിറ്റതിന് ശേഷം ഇതിൽ നിന്നും നിങ്ങൾ അഡീഷണൽ എമൗണ്ട് എല്ലാം കൂട്ടി ഈ ഒരു 17 പ്രോ എല്ലാം എടുക്കുന്നത് വർത്താണോ? ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ നോക്കുന്നത്. നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഒരു 17 പ്രോ വിരോധിയൊന്നുമല്ല. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു എമൗണ്ട് എല്ലാം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം സൂക്ഷിച്ച് ചെലവാക്കേണ്ടത് അത്യാവശ്യമാണ്. 16 പ്രോയിൽ നിന്നും 17 പ്രോയിലേക്കെല്ലാം മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ് എന്തെല്ലാമാണ്, അതുപോലെ ഇതെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 16 പ്രോ എല്ലാം യൂസ് ചെയ്യുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുക. അവസാനത്തിൽ നമുക്ക് ഇത് ആർക്കെല്ലാമാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം കറക്റ്റായി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഐഫോൺ 16 പ്രോ എല്ലാം തന്നെ ഇപ്പോഴും ഒരു ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ തന്നെയാണ്. അതായത് 6.3 ഇഞ്ച് OLED ഡിസ്പ്ലേ, അതുപോലെ പ്രൊമോഷണൽ 120 ഹെർട്സിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഇനി പവർഫുള്ളായ ഒരു ചിപ്സെറ്റ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ വീഡിയോ റെക്കോർഡിംഗ് ക്യാപ്പബിലിറ്റി ആണെങ്കിലും ഇനി ടെലിഫോട്ടോ എല്ലാം ആണെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൽ തന്നെ യൂസ് ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാധാരണ യൂസർ എല്ലാമാണ്, അതായത് നിങ്ങൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫോട്ടോഗ്രാഫി, നോർമൽ വീഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ്, അതുപോലെ ഗെയിമിംഗ് എല്ലാം നോർമൽ ഗെയിമിംഗ് എല്ലാം ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഇപ്പോഴും വളരെയധികം കേപ്പബിളായ ഒരു ഡിവൈസാണ് ഈ ഒരു 16 പ്രോ എന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർക്കും ഇത് സഡൻലി വളരെയധികം സ്ലോ ആവുകയൊന്നുമില്ല. അതിനാൽ തന്നെയാണ് നമ്മുടെ ഡിസിഷൻ എല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നത് ടഫ് ആകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു പഴയ മൊബൈൽ ഫോണിൽ നിന്നും, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു 12 ഈ ഒരു മോഡലിൽ നിന്നും 16ലേക്ക് അല്ലെങ്കിൽ 17ലേക്കെല്ലാം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് എല്ലാം ഫീൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ 16 പ്രോയിൽ നിന്ന് 17 പ്രോയിലേക്കെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ജനറേഷൻ ടു ജനറേഷൻ വ്യത്യാസമെല്ലാം മാത്രമാണ് കാണാൻ സാധിക്കുക. അതായത് വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യില്ല. ഇനി 17 പ്രോയുടെ കാര്യമെല്ലാം എടുക്കുകയാണെങ്കിൽ A19 ചിപ്പ്, അതായത് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ചിപ്പെല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ നമുക്ക് ഈ ഒരു വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്ക് അഡീഷണലായ ഒരു ബെനിഫിറ്റ് എല്ലാം നമ്മുടെ ഈ ഒരു പുതിയ സീരീസിനെല്ലാം നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ഗെയിമിംഗ് ചെയ്യുന്നവർക്ക്, 4K വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ ഹെവി വീഡിയോസ് എല്ലാം ചെയ്യുന്നവർ, ലോങ് ഡ്യൂറേഷൻ റെൻഡർ ചെയ്യുന്നവർ, വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സീരീസാണ് 17 സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായി നമ്മൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹെവി ആപ്സ് എല്ലാം യൂസ് ചെയ്യാനെല്ലാം താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് 16 പ്രോ എല്ലാം യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രോബാക്സ് എല്ലാം ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡെല്ലാം കുറഞ്ഞ് അല്ലെങ്കിൽ തോന്നുന്നു, അതായത് ചില ഗെയിം എല്ലാം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായി സ്മൂത്തായി വർക്കാകുന്നില്ല എന്നെല്ലാം തോന്നുന്നു, ഒന്നുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമാണ്, ഇങ്ങനെയുള്ള ഹെവി ടാസ്ക് എല്ലാം ചെയ്യുന്ന ഗെയിമിംഗ് അല്ലെങ്കിൽ 4K എഡിറ്റിംഗ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം അഡീഷണലായ കുറച്ച് പെർഫോമൻസ് എല്ലാം വേണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് പുതിയ സീരീസ് എല്ലാം കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ഒരു സാധാരണ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്, ബാങ്കിങ് ആപ്ലിക്കേഷൻ, കാഷ്വലായി നമുക്ക് കുറേ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം എടുക്കുന്നു, ഫാമിലിയുടെ കൂടെയുള്ള കുറച്ച് ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനെയുള്ള എല്ലാ പർപ്പസിനെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 16 പ്രോ തന്നെ വളരെയധികം ഗുണം ചെയ്യുന്ന നല്ല പെർഫോമൻസ് എല്ലാം തരുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ യൂസേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു ഡിഫറൻസ് അവർക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടണമെന്നില്ല. എന്നാൽ ഹെവി ടാസ്ക് എല്ലാം വേണ്ടവർക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അഡീഷണലായി എല്ലാം അവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എല്ലാമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൂം എല്ലാം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് എടുക്കണമെങ്കിലെല്ലാം ഈ ഒരു പുതിയ ഫോണിലേക്ക് വരുമ്പോൾ അതിൽ കുറച്ചുകൂടി ക്യാപ്പബിലിറ്റി എല്ലാം കൂടുതലാണ്. 17 പ്രോ സീരീസ് എല്ലാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 48 MBയുടെ ഫ്യൂഷൻ റിയർ ക്യാമറാസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ടെലിഫോട്ടോ സിസ്റ്റത്തിലും വ്യക്തമായ ഇംപ്രൂവ്മെന്റ് എല്ലാം കാണാൻ സാധിക്കും.
ഇനി നിങ്ങൾ ഓപ്റ്റിക്കൽ സൂമിങ്ങിന്റെ കാര്യമാണെങ്കിലും 5x നിന്നും 8x മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസമെല്ലാം കാണാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയിൽ 18 MP സെന്റർ സ്റ്റേജ് ഫ്രണ്ട് ക്യാമറ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സെൽഫി എടുക്കുന്നതിന് മാത്രമല്ല, ഗ്രൂപ്പ് സെൽഫി എടുക്കുന്നതിന്, അതുപോലെ വീഡിയോ കോൾസ്, കോണ്ടന്റ് ക്രിയേഷൻ എല്ലാം ചെയ്യുന്നതിൽ വളരെയധികം യൂസ്ഫുള്ളായ കാര്യമാണ്. അതിനാൽ തന്നെ ക്യാമറയുടെ അപ്ഗ്രേഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 16 പ്രോയിൽ നിന്നും നല്ല രീതിയിലുള്ള വ്യത്യാസമെല്ലാം നമുക്ക് ഈ 17 പ്രോ സീരീസിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യമായിരിക്കും പലരും കൺസിഡർ ചെയ്യുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 16 പ്രോ സീരീസ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബാറ്ററി എല്ലാം തന്നെ ഇപ്പോൾ കുറഞ്ഞ ബാറ്ററി എല്ലാം ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കപ്പാസിറ്റി എല്ലാം കുറഞ്ഞിട്ടുണ്ടെങ്കിലെല്ലാം പുതിയ സീരീസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കൂടുതൽ നേരമെല്ലാം തന്നെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിനെല്ലാം സാധിക്കും. കാരണം ഈ ഒരു ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലും ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല വ്യത്യാസമെല്ലാം തന്നെ നല്ല അഡീഷണലായ പെർഫോമൻസ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് അവേഴ്സിൻ്റെ ഡിഫറൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 16 പ്രോ സീരീസിൽ തന്നെ നിങ്ങളുടെ ബാറ്ററി എല്ലാം തന്നെ ബാക്കപ്പ് എല്ലാം കുറവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതെല്ലാം കൺസിഡർ ചെയ്യാം. അതിനാൽ തന്നെ റീപ്ലേസ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് എല്ലാം കുറവുള്ളതെല്ലാം പരിഹരിക്കാം. എന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് എല്ലാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേരമെല്ലാം തന്നെ ബാറ്ററി ബാക്കപ്പ് എല്ലാം വേണമെങ്കിൽ പുതിയ സീരീസിൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാനും സാധിക്കും. എന്നാൽ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ കാര്യം മാത്രം നോക്കി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം 16 പ്രോ ഇതിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ 17 പ്രോ എല്ലാം ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ കാണുന്ന ഒരു കാര്യം, ഈ ഒരു 17 പ്രോ സീരീസിൽ എനിക്ക് ലഭിക്കുന്നില്ല. ഇതിൻ്റെ ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ടൈറ്റാനിയം ബോഡി എല്ലാമാണ്. അതായത് നമ്മുടെ പഴയ ഡിവൈസിൽ ടൈറ്റാനിയം ബോഡിയോട് കൂടിയാണ് വന്നിരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 17 പ്രോ എല്ലാം തന്നെ ഇത് അലുമിനിയം ബോഡി എല്ലാമാണ്. അപ്പോൾ പല ആളുകൾക്കും ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു പഴയ ബോഡി കുറച്ചുകൂടി താല്പര്യമെല്ലാം ഉള്ളവരായിരിക്കും. അതായത് ഈ ടൈറ്റാനിയം ഫിനിഷ്, ഈ ഒരു ഫീച്ചർ എല്ലാം ആയിരിക്കും ഒരു പക്ഷേ കുറേ അധികം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ചില ആളുകൾക്ക് ഈ ഒരു മോഡലും ഇഷ്ടപ്പെടാം. അതിനാൽ തന്നെ ഇതും നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു പുതിയ ഫോൺ എല്ലാം വന്നു എന്ന് കരുതി ഡയറക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾ 16 പ്രോ എല്ലാം യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു ഫീൽ ചിലപ്പോൾ നിങ്ങൾക്ക് 17 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. കാരണം ഇതിൻ്റെ ബോഡിയിൽ വന്നിരിക്കുന്ന ടൈറ്റാനിയം അതുപോലെ അലുമിനിയം എന്ന ഈ ഒരു ഡിഫറൻസ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിനാൽ തന്നെ ഏത് തരത്തിലുള്ള ബോഡിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഇത് നിങ്ങൾ ഇപ്പോൾ ഒരു ഡെമോ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഡയറക്റ്റായി നിങ്ങൾ ഫോണൊന്നും കാണാതെ ഓർഡർ ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾ സാമ്പിൾ എവിടെയെന്നെങ്കിലും നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് രണ്ടുമായി കമ്പയർ ചെയ്ത് ഇതിലേതാണ് നിങ്ങൾക്ക് ഡിസൈൻ എല്ലാം കൂടുതലായി ഇഷ്ടപ്പെട്ടത് എന്നെല്ലാം വിലയിരുത്തുക. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു അപ്ഗ്രേഡ് എല്ലാം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ ഹെവി യൂസർ എല്ലാമാണ്, അതായത് ഹെവി ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതുമല്ലെങ്കിൽ നിങ്ങൾ ഹെവി ഗെയിമർ അല്ലെങ്കിൽ എഡിറ്റർ എല്ലാമാണ്. ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു പുതിയ സീരീസ് എല്ലാം വരുമ്പോൾ അതെല്ലാം എടുക്കാനുള്ള താല്പര്യവും അവർക്ക് അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. കാരണം ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്, ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്, പെർഫോമൻസിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയായിരിക്കും അവർ ഇത്തരത്തിൽ അവരുടെ ജോബുമായി എല്ലാം കോമ്പാറ്റബിൾ ആയ ഒരു ഡിവൈസ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ 16 പ്രോയിൽ നിന്നും 17 പ്രോയിലേക്കെല്ലാം അപ്ഗ്രേഡ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, നിങ്ങൾക്ക് നോർമൽ യൂസേജ് എല്ലാമാണ് വരുന്നത്, വലിയ രീതിയിലുള്ള എഡിറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെവി ടാസ്ക് ഒന്നും വരുന്നില്ല എങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് 16 പ്രോ സീരീസ് എല്ലാം. അപ്പോൾ ഇതാണ് എനിക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഈ ഒരു കമ്പാരിസൺ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ 16 പ്രോ എല്ലാം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.
കാരണം അവർക്കും ഇതുപോലെ ഈ ഒരു ഡിസിഷൻ എല്ലാം മേക്ക് ചെയ്യുന്നതിന് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ എല്ലാം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ നിങ്ങൾ 16 പ്രോ ആണോ അതോ 17 പ്രോ എല്ലാമാണോ യൂസ് ചെയ്യുന്നത്? ഇത് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള ടെക് റിലേറ്റഡ് ആയ നല്ല നല്ല വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ നിവേദ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.